അൻവർ ഒരു 4000 വോട്ട് മാക്സിമം പിടിക്കും. ഒന്നും ദോഷം ചെയ്യത്തില്ല. അൻവർ LDF ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ചു പോയ ആളാണ്. അൻവർ എന്തിനെ രാജിവെച്ചു എന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. എന്തിനാണ് അൻവർ രാജിവെച്ചത്? എന്തായിരുന്നു അൻവറിൻ്റെ വിഷയം? അൻവർ ഉയർത്തിയ വിഷയത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊടുക്കുകയും കോടതിയിൽ നിന്നൊരു നടപടി വരികയും ചെയ്യണമെങ്കിൽ അതൊരു വിശ്വസ്തത കേരള സമൂഹത്തിലുണ്ടാവും. അല്ലാതെ എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതല്ല. തെളിവുണ്ടെന്ന് പറയാതെ ആ തെളിവുണ്ടെങ്കിൽ അത് ഒരു നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കണം. ഹാജരാക്കി അതിനുള്ള നടപടി അവിടെ നിന്നുണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കും. ആണോ? അതൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ 3000 കോടി രൂപ എന്തിനാ? നന്നാക്കാൻ. ഓ ശരി, മതിലിട്ടാനാണ് എല്ലായിടത്തും. അല്ല, അതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങളാണല്ലോ, അത് നടന്നു പോകുന്നത്, അതിലൊന്നും ഒരു ചർച്ചയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് അതിൻ്റെ സത്യം എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റ് അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും തൊഴിൽ വകുപ്പ് മന്ത്രിയെല്ലാം നിയമസഭയിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞ കാര്യങ്ങളാണ്. നിയമസഭയിൽ പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ല. ആ സമരം ചെയ്യുന്നവരല്ലാതെ വേറെ ആശാവർക്കർമാർ കേരളത്തിലുണ്ട്, ബഹുഭൂരിപക്ഷം. അത് മറക്കണ്ട. അക്കാര്യത്തിൽ INTUC പോലും ഗവൺമെൻറ് നിലപാടിന് കൂടെയായിരുന്നു എന്ന് മറക്കരുത്. പിന്നെ ബലം പ്രയോഗിച്ച് INTUCക്കാരെ പ്രസ്താവന ഇറക്കിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതല്ലാതെ INTUC പോലും ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തിൽ. ഇല്ല, അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അടയാളം ഉണ്ടല്ലോ.